ആത്മഹത്യ ചെയ്തയാളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നത് തെറ്റായ പ്രവണതയാണെന്ന് സുപ്രീം കോടതി. അന്വേഷണ ഏജൻസികളും വിചാരണ കോടതികളും യാന്ത്രികമായി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നത് ഒഴിവാക്കണമെന്നും ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഖ, കെ.വി. വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതിന് ചുമത്താറുള്ള IPC 306, ഭാരതീയ ശിക്ഷാ നിയമം 108 വകുപ്പുകൾ യഥാർത്ഥ കുറ്റവാളികൾക്കെതിരെയാണ് ചുമത്തേണ്ടത്. അതിനു പകരം മരിച്ചയാളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയും ആത്മഹത്യ ചെയ്തയാളും തമ്മിലുള്ള ആശയവിനിമയത്തെ യാഥാർത്ഥ്യത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണണം. അതിശയോക്തിപരമായ കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് ആത്മഹത്യാ പ്രേരണയാക്കരുത്. അന്വേഷണ ഉദ്യോഗസ്ഥരും കോടതികളും ജാഗ്രത പുലർത്തണം. തങ്ങളുടെ ഭാഗം ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം ആത്മഹത്യാ പ്രേരണ കുറ്റം ഉപയോഗിക്കരുത്. അന്വേഷണ ഏജൻസികൾക്ക് ശരിയായ ബോധവൽക്കരണം നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. വായ്പാ തിരിച്ചടവിന് പ്രേരിപ്പിച്ച് ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടെന്ന് ആരോപിച്ച് മധ്യപ്രദേശിലെ ബാങ്ക് മാനേജർക്കെതിരെ ചുമത്തിയ ആത്മഹത്യാ പ്രേരണ കുറ്റം റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. മാനേജറുടെ ഇടപെടലുകൾ ആത്മഹത്യയ്ക്ക് കാരണമായെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി.